ഹലോ! ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം മോൻ്റെയും മോളുടെയും ഒരു ദിവസം ആഘോഷിക്കാമെന്ന് ഞാൻ മുന്നുള്ള വീഡിയോ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതിനുള്ള ഇൻട്രോ ഒക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ സൗണ്ട് കാരണം കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് അമ്പലം. അമ്പലങ്ങളിൽ സാധാരണ അങ്ങനെ പറയാമോ എന്നറിയില്ല. പക്ഷേ എനിക്കിവിടെ വരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിലൊന്ന് അതിവിടെ വരുമ്പോഴാണ് കേട്ടോ. ഞാൻ അമ്പലത്തിൽ കയറിയില്ല. അവർ രണ്ടുപേരും പോയിട്ട് വന്നു. വീട്ടിൽ വന്ന ഉടനെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ജോലികൾ. എനിക്ക് ബിരിയാണിയുടെ ചിക്കൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ് ഞാൻ. വൈകിട്ടത്തേക്കാണ് എല്ലാവരെയും വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാലേ എനിക്ക് ഏകദേശം പണിയൊക്കെ കഴിയുള്ളൂ. അങ്ങനെ ബിരിയാണിയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് പൂരിയും കൂടെ ഉണ്ടാക്കണം. അത് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 1:30 മണി കഴിഞ്ഞു. ഇത് കറിക്കുള്ളതാണ്. ഇനി കേക്കിൻ്റെ കുറച്ച് ഡെക്കറേഷൻ പണി കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ ക്രം കോട്ട് ചെയ്ത് വെച്ചതിൽ ഞാൻ ഡെക്കറേഷൻ ചെയ്യാണ്. ഭയങ്കര ഡെക്കറേഷനൊന്നും അറിയാവുന്ന ആളൊന്നും അല്ല. എന്നാലും അത്യാവശ്യം വൃത്തികേടല്ലാത്ത രീതിയിലൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുമ്പ് വാങ്ങിച്ചതാണ് ഈ പേരെഴുതുന്ന ജെല്ല്. അപ്പം കുറച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ കട്ടിയായിപ്പോയി. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചുകൂടെ മെൽറ്റാക്കി വരച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടുപേരെയും ബർത്ത്ഡേ ഒരുമിച്ചായതുകൊണ്ട് രണ്ടുപേരുടെയും പേരെഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും പേരൊക്കെ എഴുതി ഞാൻ സൈഡിൽ ഒരു പിങ്ക് കളറും കൂടെയാണ് കൊടുത്തത്. അതിൻ്റെ ഡെക്കറേഷൻ ഇപ്പോൾ പിറകെ നിന്ന് വരുന്നതാണ്. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ജെല്ലിൻ്റെ ഒരു തുള്ളി വീണതുകൊണ്ട് ഞാൻ അതും ഒരു ഡിസൈനാക്കി കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ പിങ്ക് കളറിലെ ഡിസൈൻ. എനിക്ക് ഡിസൈനൊന്നും വലിയ വശമൊന്നും ഇല്ല. കിട്ടിയ നോസിലെടുത്ത് ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഇത്ര ഡിസൈൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നെങ്കിലല്ലേ നമ്മൾ അതിന് കാര്യമായിട്ട് ഡിസൈനൊക്കെ പഠിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്തു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിട്ടേക്കാം. ഇതാണ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത കേക്ക്. അന്ന് ഞാൻ 2 കേക്ക് ഉണ്ടാക്കി. ഇന്നെനിക്ക് ഒട്ടും നേരമില്ലാത്തതുകൊണ്ട് ഒരു കേക്കേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂരിക്ക് മാവ് കുഴച്ച് വെച്ചേക്കാണ്. അപ്പം അപ്പുറത്തെ അമ്മയും ചേട്ടനും കൂടെ എനിക്ക് പൂരിയൊക്കെ പരത്തി തന്നു. അതിനുശേഷം ഞാൻ ചുട്ട് തുടങ്ങി. അപ്പോഴേ തന്നെ ചേച്ചിയും ചേട്ടനും കൊച്ചുങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല. എൻ്റെ 2 ചേച്ചിമാർ ഫാമിലിയും പിന്നെ കുഞ്ഞമ്മ ഇന്നലെ ഉള്ളതുകൊണ്ട് കുഞ്ഞമ്മയെ കൂടെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ പൂരിയൊക്കെ ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദം ചെയ്ത ബിരിയാണി ഇതൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ ചെറിയ ബർത്ത്ഡേ ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വൈകിട്ട് അപ്പുറത്തേക്കാണ് പോയത്. അപ്പുറത്തെ വീട്ടിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഫുഡ് വിളമ്പാനും കൊടുക്കാനും ഒക്കെ അതാണ് സൗകര്യം തോന്നിയത്. നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. എല്ലാ പ്രാവശ്യവും അവിടെ തന്നെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ മിഠായിയൊന്നും സമയത്ത് എടുത്ത് വെക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തു. മെഴുകുതിരിയൊന്നും വാങ്ങിച്ചില്ല നമ്മൾ. കാരണം എല്ലാ പ്രാവശ്യവും ഊതി അണയ്ക്കാൻ വേണ്ടി വെറുതെ എന്തിനാണ് മെഴുകുതിരി വാങ്ങിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഡെക്കറേഷനും മെഴുകുതിരിയൊക്കെ നമ്മൾ ഒഴിവാക്കി. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ, നമ്മൾ അവരൊരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ കൊച്ചിലെ അമ്മയൊക്കെ ഓർക്കുന്നെങ്കിൽ ഒരു പായസം അങ്ങനെ വെച്ച് തരും. ഓർക്കാത്ത ബർത്ത്ഡേകളാണ് കൂടുതലും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും എല്ലാം ആഘോഷിക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പം കൊച്ചുങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഇനി ഇതൊക്കെ നാളെ എന്താവുമെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാന്നുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊച്ചേട്ടനും കൊച്ചേച്ചിയൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പം നന്ദുവിനും അവർ ഓരോ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളാണ് മാളു. അങ്ങനെ അവളും ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അതിനുശേഷം എല്ലാവർക്കും മുട്ടായിയൊക്കെ വിതരണം ചെയ്തത് അവൾ തന്നെയാണ്. അപ്പം നമ്മുടെ കൊച്ചുവിനും ഒക്കെ ഉണ്ടായിരുന്നു. താഴത്തെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവൻ എപ്പോഴും ഇവിടെ നമ്മളെ കൂടെ എപ്പോഴും കാണും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ അവനും നമ്മളെല്ലാവരും കൂടെയൊക്കെ ബർത്ത്ഡേയൊക്കെ നമ്മളെ രീതിക്ക് ചെറിയ രീതിക്ക് നമ്മൾ അടിച്ച് പൊളിച്ചു. പിന്നെ അവൾക്ക് ഞാൻ ബിരിയാണി വാരി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് ഇരുന്ന് വാരി കൊടുക്കുകയാണ്. ചേച്ചി മൂത്ത ചേച്ചി ഇന്ന് തന്നെ പോവും. അപ്പോൾ അവൾ നാളെ മക്കൾക്കൊക്കെ പഠിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് അവളൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി. അതിനുശേഷം കൊച്ചേച്ചിയും അവളും കൂടെ ഡാൻസ് കളിയായിരുന്നു ഇവിടെ. പിന്നെ ചേച്ചിയും ചേട്ടനും പോയതിൻ്റെ പിറകേന്ന് ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ചേട്ടൻ കൊണ്ടാക്കണം. ഇവിടെ മണമ്പൂരാണ് അവരെ വീട്. അപ്പം രാത്രി ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടനും ചേച്ചി ഇത്തിരി നേരത്തെ ഇറങ്ങി.
അതിനുശേഷം കൊച്ചുങ്ങളും പോവാൻ റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.